എന്റെ കൂടെയുള്ള സഹോദരൻ എന്നെ പോലെ മനുഷ്യരാണ്. അവർ എന്നെ പോലെ തന്നെ വികാര വിചാരങ്ങളുള്ളവരാണെന്നും അതുപോലെ എനിക്കുള്ളതൊക്കെ ദൈവം തന്ന ദാനമാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് കരുണ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥതകൾ ജീവിതത്തിലുണ്ടാകും. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും എന്നെ പോലെ പച്ചയായ മനുഷ്യരാണെന്നൊരു ബോധ്യം ഉണ്ടാകണം. അവർക്ക് വലിയ വികാര വിചാരങ്ങൾ, അവർക്കും ജീവിക്കണ്ടേ, എനിക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? നമ്മൾ ചിന്തിച്ചു നോക്കാം. ഈ കാരുണ്യം നഷ്ടപ്പെടുന്നത് അവിടെയല്ലേ? എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ? പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിക്കുക. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. നമ്മൾ 2 പേരിരുന്നു, വിസ്താരമായിരുന്നു. മൂന്നാമതൊരാൾ വരുമ്പോൾ കണ്ണടച്ചിരുന്നിട്ട് എന്താ കാര്യം? ദൈവം കാണുന്നുണ്ട്. ദേവാലയമാണ്, ദേവാലയത്തിലാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നിന്ന് ഒഴുകേണ്ടത് കാരുണ്യമാണ്. അതുപോലെ തന്നെ നീ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന വ്യക്തിയാണ്. ഇങ്ങനെയുള്ള വ്യക്തിക്ക് കരുണ ദൈവം കൊടുക്കും. ധ്യാനിക്കാൻ.